ബെഡ്റൂമിൽ കയറുമ്പം ചെയ്യുന്ന 5 മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ മിസ്റ്റേക്സ് നിങ്ങൾ തുടരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളോട് താല്പര്യം കുറഞ്ഞു തുടങ്ങാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് പണി ചെയ്യുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഒരിക്കലും ഫ്രഷ് ആവാതെ, കുളിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡ്രസ്സിലായിരുന്നോ നിങ്ങൾ അതേ ഡ്രസ്സിൽ നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളോട് വിരക്തി വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇതിലൊരു സ്മെല്ല് ഉണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു ഡേർട്ട് ഫീലിംഗ് അവർക്ക് എന്തായാലും ഉണ്ടാകാം. ശരിയാണ്, നിങ്ങൾ ഒരുപാട് പണി ചെയ്യുന്നുണ്ട് എന്നൊക്കെ, പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പറയാനുള്ളതാണ്, നിങ്ങളെ ഹസ്ബൻഡിനെ കിട്ടിയ ടൈമാണ് എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഡംപ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് അവരുടെ മനസ്സെന്താണ് എന്നോ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുപോലും നോക്കാതെ കാര്യങ്ങൾ അന്ന് ഉണ്ടായത് ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി, നിങ്ങൾ അറിഞ്ഞോ, അങ്ങനെ അറിഞ്ഞോ, ഇതറിഞ്ഞോ എന്ന് പറയുന്നത്. കാരണം ഇതൊരിക്കലും നിങ്ങളെ ഹസ്ബൻഡിന് ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഭയങ്കര തകർന്നിരിക്കുന്ന സമയത്ത് അവരുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ കുറിച്ച് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് കമൻസ് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേപോലെ ചെയ്യുന്ന മറ്റൊരു വലിയ തെറ്റാണ് നിങ്ങളുടെ കാര്യങ്ങൾ പോലും പറയാതിരിക്കുക എന്നുള്ളത്. ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾ റൂമിൽ കയറി വന്നാൽ നേരെ ഫോണുമിലേക്ക് പോകാറുണ്ട്. അവിടെ ഒരു ആശയവിനിമയോ ഒന്നും ഉണ്ടാവാറില്ല, നേരെ കിടന്നുറങ്ങുക. ഇത്തരം രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി ഇല്ലാണ്ടാകും. അതേപോലെ മറ്റൊന്നാണ് ഫോർ പ്ലേ വേണ്ട എന്ന് പറയുന്ന ആളുകൾ. എന്നെ തൊടുകയേ വേണ്ട, എൻ്റെ അടുത്തേക്ക് വരേ വേണ്ട, എന്നോട് അപ്രോച്ച് ചെയ്യേ വേണ്ട. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ക്ഷീണങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മൂഡില്ല എന്നുള്ളത് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു സാഹചര്യം വരുത്തുക. അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് വേണ്ട, ഇന്ന് എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഈ വേദനയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യത്തിലേക്ക് അവരെ നിങ്ങൾ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഇൻറ്റിമസി ഇല്ലാതാവുകയും ഒരു പക്ഷേ ബെഡ്റൂമിലുള്ള സ്ട്രേഞ്ചേഴ്സായി മാറുകയും ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.